പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധകാഹളം മുഴങ്ങുകയും സംഘർഷം അനിശ്ചിതമായി നീളുകയും ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ അതിൻ്റെ കനൽ എരിഞ്ഞു തീരുന്നത് ഭാരതത്തിൻ്റെ സാധാരണക്കാരുടെ അടുക്കളയിലാണെന്നുള്ള ഞെട്ടിക്കുന്ന രഹസ്യം കൂടി അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അത്രയും ഭീതിയിലാണെന്ന് രാജ്യം പോകുന്നത്. കാരണം അവിടെ ഇസ്രായേലും അതുപോലെ ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും വലിയ തരത്തിൽ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വിട്ടുകൊടുക്കാതെ അതിരൂക്ഷമായ രീതിയിലേക്ക് സംഘർഷം വഴിമാറി പോകുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾ തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലോകത്തിൻ്റെ തന്നെ പ്രധാന എണ്ണ ഉൽപ്പാദന കേന്ദ്രമായ പശ്ചിമേഷ്യയിലെ അശാന്തി വിതരണ ശൃംഖലയെ പൂർണ്ണമായും തന്നെ തകർക്കുമെന്ന ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യത്ത് പാചകവാതക ക്ഷാമം അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോഴത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് പാചകവാതകം മാത്രമല്ല, ഇപ്പോഴത്തെ അമേരിക്കയും അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇറാനിലും അതുപോലെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇസ്രായേലിനും അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മൂന്ന് രാഷ്ട്രങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂന്ന് സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ ആരെയും പ്രത്യേകമായി എടുത്തു പറയാനോ അല്ലെങ്കിൽ അവരാണ് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആരെയും മോശമാക്കി പറയുന്നതല്ല. കൃത്യമായി ഇവർ മൂന്ന് പേരും നടത്തുന്ന ഈ ആക്രമണം മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഇസ്രായേൽ വലിയ തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഇറാൻ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും അതുപോലെ ഇറാൻ അങ്ങോട്ട് ഇസ്രായേലിലെ ഓരോ ബിൽഡിങ്ങുകളും തകർക്കുന്ന ഇതേ അവസ്ഥയിലും അമേരിക്ക ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ തകർന്നു വീഴുന്ന സാഹചര്യമാണുള്ളത്. കാര്യം കോടിക്കണക്കിന് രൂപയാണ് യുദ്ധത്തിന് വേണ്ടി മാത്രമായി ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ഡോളറിന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യം നാം ഒന്നും കാണാതെ പോകുന്നത്. വെറും ഒരു വില വർധനവ് എന്നതിലെല്ലാം ഉപരി വിപണിയിൽ സിലിണ്ടറുകളുടെ ലഭ്യത തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ നിലയ്ക്കുന്ന അടിയന്തര സാഹചര്യമാണ് ഇപ്പോഴത്തെ സംജാതമായിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം. ഇവിടെ ഇതിനോടൊപ്പം തന്നെ അധികൃതർ കർശനമായ നിയന്ത്രണങ്ങളാണ് രാജ്യത്തുടനീളം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലാണ് ഇപ്പോൾ ഏറ്റവും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഇത് പരോക്ഷമായ സാധാരണക്കാരന്റെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും പോലും സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്ക് സിലിണ്ടറുകൾ നൽകുന്നതിൽ മുൻഗണന നൽകണമെന്ന കർശന നിർദ്ദേശമാണ് ഗ്യാസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മുൻഗണനാ പട്ടികയിൽ ഹോട്ടൽ മേഖലയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വ്യാപാരികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുമുണ്ട്. ഹോട്ടലുകൾക്ക് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇനി വലിയ കടമ്പകൾ കടക്കേണ്ടി വരുമെന്നത് വിപണിയിലെ തന്നെ ഭക്ഷ്യവില വർധനവിന് ആക്കം കൂട്ടുന്ന സാഹചര്യം കൂടിയാണ്. നമ്മുടെ ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് ഇറാനല്ലേ അടി കിട്ടുന്നത്, ഇറാനിലല്ലേ ആൾക്കാർ മരിക്കുന്നത്, അവരൊക്കെ ചത്തൊടുങ്ങട്ടെ, ഒരു കുഴപ്പവുമില്ല എന്നൊരു ഭാഗം പറയുമ്പോൾ ഇപ്പുറത്ത് ഇസ്രായേൽ ആൾക്കാരെല്ലാം ചത്ത തീരട്ടെ എന്ന് മറ്റൊരു വിഭാഗം പറയുമ്പോൾ അവിടെ ഇതൊന്നും അല്ല സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ പോലും അതിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ യുദ്ധമുണ്ടായാൽ, ഏതെങ്കിലും ലോകത്തെ ഏതെങ്കിലും രാജ്യത്തെ യുദ്ധമുണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തെ പോലും ബാധിക്കുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെങ്കിലും മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതും. അവിടെ നാം ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല മുഖ്യം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ അടുക്കളയിൽ പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹോട്ടലുകൾ ആവശ്യമായ വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കാതാവുന്നതോടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങളെയും ഇത് നേരിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. എന്നെയും നിങ്ങളെയും അടക്കം ബാധിക്കുന്ന കാര്യം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ അശാന്തി വിതരണ ശൃംഖലയിൽ പൂർണ്ണമായും, അതായത് പശ്ചിമേഷ്യയിലെ അശാന്തി നമ്മുടെ വിതരണ ശൃംഖലയെ പോലും പൂർണ്ണമായും തകർക്കുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ തന്നെ 1955 അവശ്യ വസ്തു നിയമപ്രകാരം കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുക കൂടിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിവാതത്തിനുമാണ് ഈ നിയമം പ്രധാനമായും ബാധകമാകുന്നത്. ഗ്യാസ് വിതരണത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കും ഗതാഗത മേഖലയ്ക്കും തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള LPG, CNG, പൈപ്പ് ലൈൻ, കംപ്രസർ, ഫ്യുവൽ എന്നിവയ്ക്ക് വിതരണത്തിൽ പ്രത്യേക മുൻഗണന നൽകുമെന്ന് ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ 332 ദശലക്ഷത്തോളം വരുന്ന LPG ഉപഭോക്താക്കളെ ഇത് പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നതിനാൽ വൻകിട നഗരങ്ങളായ മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ പോലും ഇതിനോടകം തന്നെ സിലിണ്ടറുകൾക്കായി വലിയ തള്ളിക്കയറ്റം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട്. വിതരണം തടസ്സമില്ലാതെ തുടരാൻ ഉറപ്പാക്കുമെന്നാണ് ഗവൺമെൻറ് നടപടിയുടെ പ്രധാനമായ ലക്ഷ്യമെന്ന് അവകാശപ്പെടുമ്പോഴും സാധാരണക്കാർക്കിടയിലെ ആശങ്ക വിട്ടുമാറുന്നുമില്ല. മുംബൈ പോലുള്ള നഗരങ്ങളിൽ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേന്ദ്രം ഇത്തരമൊരു അടിയന്തര നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ തളർത്തിയിരിക്കുന്നത് രാജ്യത്തെ ഹോട്ടൽ വ്യവസായത്തെയാണ്. സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും കുതിച്ചുയരുന്ന വിലയും താങ്ങാനാവാതെ മുംബൈ പോലുള്ള മെട്രോ നഗരങ്ങളിൽ 20% ഹോട്ടലുകൾ ഇതിനോടകം തന്നെ പൂട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ കഴിയുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ അന്നപൂർണ ഹോട്ടൽ ശൃംഖല പോലും തങ്ങളുടെ മെനു വെട്ടിച്ചിരിക്കുന്നതായും പ്രവർത്തന സമയം മാറ്റുന്നതായും ഔദ്യോഗികമായി അറിയിച്ചും കഴിഞ്ഞു.
ഹോട്ടൽ ഉടമയായ ശ്രീനിവാസൻ തന്റെ ആശങ്ക പരസ്യമായി പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വെറും 3 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണ് തങ്ങളുടെ പക്കലുള്ളതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ഹോട്ടലിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗൗരവകരമായ വിഷയം കൂടിയാണ്. സാധാരണക്കാരന്റെ ആശ്രയമായ തട്ടുകടകളും ചെറുകിട ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. ഉച്ചഭക്ഷണത്തിന്റെ ഉൾപ്പെടെയുള്ള വില വർദ്ധിപ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാനാവില്ലെന്ന കടുത്ത നിലപാടിലാണ് ഹോട്ടൽ ഉടമകളും ഉള്ളത്. വിഷയം കത്തുമ്പോൾ സ്വാഭാവികമായും അതൊരു ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുക കൂടിയാണ്. DMK ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പാചകവാതക വില വർധനവിലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരക്കെ ആശങ്കയുണ്ടെന്ന് കനിമൊഴി MP പറയുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിലെ അലംഭാവത്തിന് സാധാരണക്കാരായ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരികയാണെന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യം കോവിഡ് കാലത്തെ ദുരിതപൂർണ്ണമായ പ്രതിസന്ധികളെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും ജനജീവിതം ദുസ്സഹമാകുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്നും അവർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഗാർഹിക സിലിണ്ടറുകൾക്ക് നിലവിൽ ക്ഷാമമില്ലെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ സാധാരണ ജനങ്ങളെ പോലും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, വലയ്ക്കുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതാകുമ്പോൾ ഹോട്ടലുകൾ ഗാർഹിക സിലിണ്ടറുകൾ നിയമവിരുദ്ധമായി വ്യാപകമായി ഉപയോഗിക്കുമെന്നുള്ള ഭയവും അധികൃതർക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഗാർഹിക വിപണിയിലും കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. ഇത് തടയാനായി 3-അംഗ സമിതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിയോഗിച്ചിട്ടുമുണ്ട്. ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പ് കർശനമായി നിരീക്ഷിക്കാനാണ് സമിതിക്ക് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം എന്നത്. പൂഴ്ത്തിവെപ്പ് തടയാൻ കർശന പരിശോധന നടക്കുമെന്ന് അധികൃതർ പറയുമ്പോൾ പോലും എണ്ണ കമ്പനികൾ വില വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകൾ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് തന്നെ കൂടുതലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. എന്നിട്ടാണ് നമ്മളിവിടെ ഇറാൻ അനുകൂലിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുകയും അതുപോലെ തന്നെ അമേരിക്ക അടിപൊളിയാണെന്നോ അമേരിക്ക സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സിലിണ്ടർ വിലയിൽ വലിയ വർധനമുണ്ടായത്. ഇതിന് പിന്നാലെ എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കന്റുകൾ എന്നിവയ്ക്കും വില കൂടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതായത് IOC അതുപോലെ തന്നെ വിതരണക്കാർക്ക് അയച്ച കത്തിൽ നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ തരമില്ല എന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇത് ഗതാഗത മേഖലയും ചരക്ക് മേഖലയും അതുപോലെ തന്നെ ചരക്ക് നീക്കത്തെയും വരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഉൽപ്പന്നങ്ങളുടെ കടത്തുകൂലി വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ പൊതുവായ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുന്നതിനൊപ്പം തന്നെ ഗ്യാസ് വിതരണ ശൃംഖലയും ഇല്ലാതാക്കുമെന്നാണ് വസ്തുതപരമായ കാര്യം. ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉയർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സാധാരണക്കാരുടെ നിത്യജീവിതം കൂടുതൽ ദുസ്സഹമാവുകയും ചെയ്യും. വിലക്കയറ്റവും ക്ഷാമവും ഒരുപോലെ ജനങ്ങളെ വേട്ടയാടുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും മുൻഗണന നൽകുന്നത് സ്വാഗതാർഹമാണെങ്കിലും ഹോട്ടൽ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്നത് വലിയൊരു ഭാഗം ജനങ്ങളുടെ തൊഴിലിനെയും ഭക്ഷണത്തെയുമാണ് ബാധിക്കാൻ പോകുന്നത്. തട്ടുകടകൾ തൊട്ട് വൻകിട റെസ്റ്റോറൻറ്റുകൾ വരെ ഒരേപോലെ അടച്ചുപൂട്ടൽ ഭീഷണിയാണ് നേരിടുന്നത്. ഭാരതത്തിലെ ഏകദേശം 33 കോടി LPG ഉപഭോക്താക്കൾക്കും വലിയൊരു ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. സാധാരണക്കാരുടെ അടുക്കളയിൽ തീ പുകയുന്നത് മുടങ്ങുമോ എന്നുള്ള ഭയം ഓരോ വീട്ടമ്മമാരെയും അലട്ടുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പുതിയ നിയന്ത്രണങ്ങൾ എത്രത്തോളം കാലം തുടരുമോ, ഈ ക്ഷാമം എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നോ ആർക്കും യാതൊരു ഉറപ്പുമില്ല. പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും ഇന്ത്യയിലെ ഇന്ധന വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതായത് ഇറാൻ ഇസ്രായേലിനെ അടിച്ചാലും ഇസ്രായേൽ അങ്ങോട്ട് ഇറാനെ അടിച്ചാലും ഇനി അമേരിക്ക അടിച്ചാലും ഇനി ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അടിച്ചാലും അത് പ്രത്യാഘാതം സൃഷ്ടിക്കുന്നത് നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാരെയാണ് എന്നുകൂടി നമ്മളെങ്കിലും മനസ്സിലാക്കണം. ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ അളവിൽ കുറവ് വന്നാൽ അത് നേരിടാൻ വലിയ നിലവിൽ ആഭ്യന്തരമായി എത്രത്തോളം ശേഷിയുണ്ടെന്നതും വലിയ ചോദ്യചിഹ്നമാണ്. വിതരണക്കാർക്കും ഏജൻസികൾക്കും കൃത്യമായ നിർദ്ദേശം നൽകുമ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടെത്തുന്ന വിതരണ ശൃംഖല സുതാര്യമാക്കാൻ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല നഗരങ്ങളിലും സിലിണ്ടറുകൾക്കായി ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്നത് ജനരോഷത്തിന് കാരണമാകുന്നുമുണ്ട്. സിലിണ്ടറുകളുടെ കടുത്ത ചന്തയും അതുപോലെ തന്നെ അവിടെ സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്ന കറുത്ത ചന്തയും പൂഴ്ത്തിവെപ്പുമെല്ലാം തടയാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ പ്രായോഗിക ഗുണഫലം താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഹോട്ടലുകൾ ഗാർഹിക സിലിണ്ടറുകൾ കടത്തുന്നത് പിടികൂടാൻ പരിശോധനകൾ ശക്തമാക്കിയതോടെ സാധാരണക്കാർ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നത് പോലും സംശയത്തോടെ നോക്കിക്കാണുന്ന അവസ്ഥയും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വില താങ്ങാനാകാത്തതാണെന്ന് ഹോട്ടൽ ഉടമകളെ നിയമവിരുദ്ധ മാർഗ്ഗങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിന് പരിഹാരമായി വാണിജ്യ സിലിണ്ടറുകൾ നിലവിൽ ഇളവ് നൽകുകയോ അല്ലെങ്കിൽ മതിയായ അളവിൽ സ്റ്റോക്ക് ഉറപ്പുവരുത്തുകയോ ചെയ്യേണ്ടതും അത്യാവശ്യമായ കാര്യം കൂടിയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യൻ അടുക്കളയിൽ പുകയുന്ന വലിയൊരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ഭക്ഷണപാത്രത്തിൽ പോലും ബാധിക്കുന്ന വിധത്തിൽ
ഈ പ്രതിസന്ധി വളർന്നിരിക്കുകയും ചെയ്യുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് തൽക്കാലം ക്ഷാമമില്ലെന്ന് അധികൃതർ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വിപണിയിലെ പൊതുവായ വിലക്കയറ്റം അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വവും ജനങ്ങളെ ആശങ്കപ്പെടുന്ന നിലയിൽ തന്നെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാനുമുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും അടിയന്തര പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇത്തരം നടപടികൾ കൊണ്ട് സാധിക്കുകയുമില്ല. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്നതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.